ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇവിടെ ആൽവിൻ ഫ്ലവർ മില്ലിലേക്കാണ് വന്നിട്ടുള്ളത്. ഫ്ലവർ ആൻഡ് ഓയിൽ മില്ലാണ്, അവിടേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എല്ലാ മെഷീൻസും നമ്മുടെ മെഷീൻ ഹബ്ബിൽ നിന്നാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ എന്താ പറയുക ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പൾവറൈസറുകൾ വരുന്നത്. ഒരു 3 എണ്ണമാണ് വരുന്നത് ഇവിടെ ചേട്ടൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റോസ്റ്റർ മെഷീൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എക്സ്പെല്ലറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചേട്ടനാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളത്. മോഹൻ എന്നാണ് ചേട്ടന്റെ പേര്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നമ്മൾ അരി പൊടിച്ചു കൊടുക്കുന്നു, അരി വറുത്തു കൊടുക്കുന്നു, കൊപ്പര അടിച്ചു കൊടുക്കുന്നു, ആട്ടി കൊടുക്കുന്നു. പിന്നെ മഞ്ഞൾ മല്ലി ഇതെല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്, ആട്ടി കൊടുക്കുന്നു, എല്ലാം പൊടിച്ചു കൊടുക്കുന്നു. പിന്നെ വിൽപ്പനയുണ്ട്, പൊടിച്ച് വിൽപ്പനയുണ്ട്. പിന്നെ ഗോതമ്പ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പൊടിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. മുളക്. എത്ര നാളെ ഈ ഒരു മില്ല് തുടങ്ങിയിട്ട്? ഈ മില്ല് തുടങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അല്ലെ? അപ്പൊ ചേട്ടൻ ഇവിടെ എടുത്തിരിക്കുന്നത് 25 കിലോന്റെ റോസ്റ്റർ മെഷീൻ എടുത്തിട്ടുണ്ട് അരി വറക്കാനായിട്ട്. അതുപോലെ തന്നെ 3 പൾവറൈസറാണ് എടുത്തിരിക്കുന്നത്. ഓരോന്ന് പൊടിപ്പിക്കാനായിട്ട് ഓരോന്നല്ലേ എടുത്തിരിക്കുന്നത്? മുളക് ഒറ്റയാണ്. പിന്നെ അതുപോലെ അരി വേറെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഓയിൽ മെഷീൻ ചേട്ടൻ എടുത്തിരിക്കുന്നുണ്ട്, എക്സ്പെല്ലർ എടുത്തിട്ടുണ്ട്. ഇതാണ് വരുന്നത്. ഇത് 3 ഫേസ് എക്സ്പെല്ലർ ആണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ ലൈവായിട്ട് എണ്ണത് ഇപ്പൊ തന്നെ ആട്ടി കഴിഞ്ഞേ ഉള്ളൂ. എന്താ പറയാ, ഇതാണ് ഇതിന്റെ നമ്മുടെ മെഷീനിൽ എണ്ണ ആട്ടിക്കുന്ന കൊപ്ര കിട്ടി ഇങ്ങനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മെഷീനിൽ ആട്ടിയിട്ടുള്ള എണ്ണ നമ്മൾ കുറച്ചുകൂടെ ആട്ടി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമ്മള് ഇപ്പൊ തന്നെ ആട്ടിയെടുത്ത എണ്ണയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ കുറച്ച് കൊപ്ര ഇട്ട് നമ്മളിപ്പോൾ ആട്ടിയെടുത്തിട്ടുള്ളതാണ്. വളരെ സിമ്പിളാണ് നമ്മുടെ മെഷീൻസ് എല്ലാം തന്നെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ചെറിയ സ്പേസ്, ഇത്രയും ഒരു സ്പേസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലത്തെ നല്ലൊരു ഫ്ലവർ മില്ല് ഓയിൽ മില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമ്മുടെ ഇതൊരു 3 ഫേസ് മെഷീനാണ്. ഇതിൽ നമുക്ക് മണിക്കൂറിൽ 25 കിലോ കൊപ്ര ആട്ടാനായിട്ട് പറ്റും. ഇതിപ്പോ ഒരു മോട്ടറാണല്ലോ എല്ലാത്തിനും കൂടി വരുന്നത്. ഇത് ഒരു മോട്ടർ ഇതിന് മാത്രമുള്ളതാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കാൻ വെച്ചാൽ 3 പൾവറൈസറിന് കൂടിയിട്ട് ഒറ്റ മോട്ടർ നമുക്ക് വരുന്നുള്ളൂ. ഇത് എത്ര സ്പീഡ് മോട്ടറാണ്? 10 സ്പീഡ് മോട്ടറാണ്. അപ്പൊ ഇത് എങ്ങനെ പ്രവർത്തിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് നമുക്ക് ഇതിലേക്ക് മാത്രമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. തൊട്ടപ്പുറത്ത് ഇപ്പൊ ഇത് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബെൽറ്റ് എടുത്തിടാം. അപ്പൊ നമുക്ക് ഇത് മാത്രമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ 3നും കൂടിയിട്ട് ഒരു റെയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ഒരു റെയിലാണ് വെച്ചിരിക്കുന്നത്. 3 നമ്മൾ ഫിക്സ് വെച്ചിട്ടുണ്ട്. ഭയങ്കര നീറ്റായിട്ട് നമുക്ക് അടിക്ക് ഒരു സ്ഥലത്ത് ഇത്രയും ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 3ഉം വെക്കാനായിട്ട് പറ്റും. പിന്നെ റോസ്റ്റർ മെഷീനും അതുപോലെ തന്നെ എക്സ്പെല്ലറും പിന്നെ കൊപ്ര കട്ട് ചെയ്യുന്ന മെഷീനുമാണ് ചേട്ടൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓയിൽ മില്ലോ ഫ്ലവർ മില്ലോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്.